السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, വാപ്പമാർ, ഉമ്മമാർ, അള്ളാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 അള്ളാഹുവിൻ്റെ ഓഫറുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലാഹു തആല നമുക്ക് നൽകിയ 5 ഓഫറുകളുണ്ട്. ഈ ഓഫറുകൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല വലിയ പ്രതിഫലം മാത്രമല്ല, ഈ ദുനിയാവും ആഖിറവും നമുക്ക് വല്ലാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വലിയ 5 ഓഫറുകളെ സംബന്ധിച്ചാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അല്ലാഹു തആല നമ്മൾക്ക് ഓഫർ നൽകിയ ഒന്നാമത്തെ കാര്യം, അല്ലാഹു നമ്മളോട് വഅദ ചെയ്തിരിക്കുന്നു. അല്ലാഹുവിൻ്റെ വഅദ, അല്ലാഹുവിൻ്റെ കരാറ് അല്ലാഹു തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നമ്മുടെ കരാറുകൾ നമ്മൾ പൂർത്തിയാക്കാൻ മറന്നുപോയെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കരാറ്, അല്ലാഹു തആല ഒരുപാട് കരാറുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ട്. ആ കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. വലാ യഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹുവിൻ്റെ വഅദ ഒരിക്കലും അല്ലാഹു ലംഘിക്കുകയില്ല. അല്ലാഹുവിൻ്റെ കരാർ അല്ലാഹു ലംഘിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ കരാറ് ഒരിക്കലും അല്ലാഹു തആല ലംഘിക്കാതെ കണ്ട് ആ പ്രതിഫലം നമുക്ക് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിശ്വാസമാണ്. അല്ലാഹു തആലയോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുന്നതാണ്. മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യഥാർത്ഥമായ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ അമലുകൾ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. പകുതിയാകുന്ന വിശ്വാസമായിട്ട് ഒരാൾ ഇബാദത്തിലേക്ക് കടന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവരുടെ ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. മാത്രവുമല്ല, പകുതിയാകുന്ന ഈമാനുമായിട്ട്, വിശ്വാസമായിട്ട് വേണോ ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ, ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ, ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാര്, സഹോദരിമാരെന്റെ പ്രിയപ്പെട്ടവരെ, അല്ല ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിലുള്ളതായ ചിന്താഗതിയുമായിട്ട് നടക്കുന്നവരാണ്. അങ്ങനെ നടക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് അചഞ്ചലമായ വിശ്വാസമായിരിക്കണം. ആരെ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹദിയാകുന്ന സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ, ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു പോയ മാശിത ബീവി റളിയല്ലാഹു അൻഹയെ പോലെ അവരൊക്കെ അചഞ്ചലമായി വിശ്വസിച്ചതാണ്. ഫിറോം എന്നുകൊണ്ട് മാശിത ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, മാശിത, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറണം, നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറണം. അല്ലാഹുവല്ല, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഫിർഔൻ മഹദിയാകുന്ന മാശിത ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ മാശിത ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിനക്കൊന്നിനും കഴിവില്ല എന്നാണ്. ഫിർഔന്റെ മുന്നിൽ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ചങ്കൂറ്റം, അത്രത്തോളം ഈമാനായിരുന്നു മാശിത ബീവി റളിയല്ലാഹു അൻഹ. നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ കുടുംബത്തെയും ഇട്ട് കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ ഇട്ടുകൊണ്ട് കത്തിച്ച് കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ഇതിന്റെ പ്രതിഫലം എന്താണ്? ഇതിന്റെ പ്രതിഫലം എന്താണ് നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സുമയ്യ, നീ പേടിക്കണ്ട, നിനക്ക് അല്ലാഹു തആല ഇപ്പോഴേ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. ആ ഈമാൻ ഉണ്ടെങ്കിലാണ് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തവക്കുൽ ഫതവക്കൽ അലല്ലാഹ്. വിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം. ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അത് വിജയിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പ്രത്യേകമായൊരു പവർ നമുക്കുണ്ടാകണമെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ തവക്കുൽ ഏൽപ്പിക്കുക എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഒരിടത്ത് ഇരുന്നു കൊണ്ട് അത് അല്ലാഹ് നേടിത്തരും, അത് അല്ലാഹ് ചെയ്തു തരും, അത് അല്ലാഹ് നമുക്ക് തരും എന്ന് പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കല്ല. പിന്നെയോ ഇറങ്ങി തിരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ആ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹ് എന്നെ വിജയിപ്പിച്ചോളും, അല്ലാഹ് എന്നെ വിജയിപ്പിച്ചോളും. ഒരു 100 സ്വലാത്ത് ചൊല്ലാം, ഒരു 100 ദിക്ർ ചൊല്ലാം, അങ്ങനല്ല. നമ്മൾ പഠിക്കണം. ആ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ജോലി ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊപ്പമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളായി: ഒന്ന് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, രണ്ട് അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും വളരെ പാടുള്ള, കട്ടിയുള്ള, കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം നമ്മൾ സ്വതക്ക കൊടുക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക. ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സഹാബത്ത് ഇത് കേൾക്കാൻ വേണ്ടിയിരുന്നു. സഹാബത്തുകൾ ഇത് കേൾക്കാൻ വേണ്ടിയിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെങ്കിലും ദീനിന് വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ പോയി മുഴുവനും തപ്പിപ്പറക്കിക്കൊണ്ടുവന്നിട്ട് ഒരു സഹാബി പറയുന്നു, നബിയേ, എന്റെ കയ്യിൽ ഈ ഇരുമ്പിന്റെ മോതിരമില്ലാതെ വേറൊന്നുമില്ല, അത് ഞാൻ ഇതാ ദീനിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യുന്നു എന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു പോയ ചരിത്രം നമുക്കറിയാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധവേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംഭാവന ചെയ്യാനുണ്ടോ? എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉള്ളവര് കൊണ്ടുവരൂ, നമുക്ക് സാമഗ്രികൾ വാങ്ങാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കടന്നു വരാം നബിയേ, ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിട്ട് കടന്നു വരാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അവിടുന്ന് വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് കുറച്ച് ദിർഹം എടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ കയ്യിൽ 4000 ദിർഹമുണ്ടായിരുന്നു പ്രവാചകരെ, എന്റെ കയ്യിൽ 4000 ദിർഹമുണ്ടായിരുന്നു നബിയേ. ആ 4000-ൽ നിന്ന് 2000 ദിർഹം എന്റെ വീട്ടിലേക്ക് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് 2000 ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടുന്ന് 2000 ഇതാ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ സംഭാവന നൽകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ഫീ മാലി അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനിന്റെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, അബ്ദുറഹ്മാന്റെ സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ ദുആയ്ക്ക് ശേഷം അല്ലാഹുവേ ചരിത്രം പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് പൊക്കി നോക്കിയാ പോലും ആ കല്ലിന്റെ ഇടയിൽ നിധി ഉണ്ടാകുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, കോരുന്ന കിണറ്റിലെ വെള്ളമുള്ളൂ, കോരുന്ന കിണറ്റിലെ വെള്ളമുള്ളൂ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖയാണ് എല്ലാ ആപത്തുകളെയും മുസീബത്തുകളെയും രോഗങ്ങളെയും എല്ലാ വിപത്തുകളെയും തട്ടിമാറ്റുന്നത് സദഖയാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചോ, അത് നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ആഖിറത്തിൽ ആ സമ്പത്ത് ചെലവഴിച്ചതിന്റെ പേരില് അല്ലാഹു തആല ഒരു പ്രത്യേകമായ സ്വർഗ്ഗത്തില് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നതാകുന്ന സ്വർഗ്ഗത്തില് അല്ലാഹു അവന് പ്രത്യേകമായ കൊട്ടാരം തയ്യാറാക്കുന്നതാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇനി നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. ആ ഖുർആനിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ അല്ലാഹു നമുക്ക് വല്ലാത്ത പ്രതിഫലമാ തരുന്നത്. ഒരുപാട് പരിവർത്തനങ്ങളാ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഒരുപാട് പരിവർത്തനങ്ങളാ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലാഹുവേ, സഹാബത്ത് മുഴുവനും രക്ഷപ്പെട്ടതെന്നെങ്ങനാന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ടവങ്ങളെ? ആ സഹാബത്ത് മുഴുവനും രക്ഷപ്പെട്ടത് വിശുദ്ധമായ ഖുർആനിനെ കൊണ്ടാ. മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തുകൊണ്ട് പഠിച്ചു നോക്കുമ്പോ 40 കൊല്ലക്കാലം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ജീവിതത്തിൽ ഒരാൾ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ വിശുദ്ധ ഖുർആനാ സംസാരിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹുവേ, അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, കൈ കബർ കുഴിച്ചുകൊണ്ട് കബറിലിരുന്നു കൊണ്ട് 4000-ഓളം ഖത്തമാണ് മഹദിയാകും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓതി തീർത്തത് 4000-ഓളം ഖത്തമാണ്. അല്ലാഹുവേ, അതുകൊണ്ടാണ് അവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു പോയതെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണോ? അല്ലാഹുവിന്റെ ഖുർആനിനെ നീ കരുതി പിടിച്ചോ, ആ ഖുർആനിനെ മുറുകെ പിടിച്ചോ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, നല്ലതുപോലെ ദുആ ചെയ്യണേ. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ പ്രശ്നങ്ങളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ ഉമ്മ. അല്ലാഹു അത് കേൾക്കുന്നവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്. ഒരു 10 പ്രാവശ്യമെങ്കിലും അല്ലാഹുവിനോട് നീ ദുആ ചെയ്യുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹ് കേട്ടാ മതിയല്ലോ പെങ്ങളെ, നിന്റെ മുഴുവനും പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കുന്നതാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുആ ചെയ്തോ. റളിയല്ലാഹു അൻഹയാണ് റസൂൽ ചെയ്യുമ്പോ കശത്തിന്റെ വെളുപ്പ് കാണുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകര് കൈ ഉയർത്തുമായിരുന്നു. ഏത് സമയത്തും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങളുയർത്തിയിട്ട് അല്ലാഹുവിന്റെ
ഞങ്ങൾ കാണുമായിരുന്നു എന്ന് സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ നോക്കുമ്പോ ഏത് സമയത്തും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കരയുന്ന പ്രവാചകനെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ദുനിയാവിന്റെ കവാടവും ആഖിറത്തിന്റെ കവാടവും അല്ലാഹു തുറന്നു കൊടുത്തു. അതുകൊണ്ട് 5 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹ് പലരും വിളിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആൾക്കാർ, ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളൊക്കെ പരിപൂർണമായ ശിഫാ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പകർത്തുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.